ആ കളറൊക്കെ ഓർത്തിരിക്കുന്നത്. ചെറിയ പ്രായമാ, അന്നേ സസ്റ്റൈനബിലിറ്റി ഒക്കെ നോക്കുന്ന. അതെ, ഞങ്ങൾ പോയിട്ട് ഈ ഓട വെട്ടും. ഓട വെട്ടിയിട്ട് ആ ഓട കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ മുറിക്കും, കീറി മുറിച്ച് വെക്കും. അപ്പൊ അതിന്റെ പ്രത്യേകം നമുക്ക് തന്നെ ഏത് ഡിസൈന് വേണമെങ്കിലും എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും സ്റ്റാർ ഉണ്ടാക്കാം. ആസ്ട്രോളജിക്കലി നോക്കുകയാണെങ്കിൽ ഒരു അബ്നോർമൽ ഫിനോമിനൻ ആണ് കാണുന്നത്. പണ്ടത്തെ ആൾക്കാര് ഈ ആസ്ട്രോളജി നോക്കി കാലങ്ങളും സമയങ്ങളും എല്ലാം അവര് നിരീക്ഷിക്കുന്ന വ്യക്തികളാണ്. സ്റ്റാർ തൂക്കുന്നത് ഒരു കോൺഫിഡൻസ് ആ ഈ കരോൾ ടീമിന്. ആളുണ്ട്, വീട്ടിൽ ആളുണ്ട്. നമ്മളോർത്ത് ഇങ്ങനെ കുറച്ച് നടന്നു മടുക്കും, വിളിക്കാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ഇതിനെ കുറിച്ചാണ് ഇഷ്ടം പോലെ കറിയുണ്ട്. നമ്മള് റിലീജിയൻ ഒന്നും നോക്കാതെ, നമ്മുടെ ഫിലോസഫി ഒന്നും നോക്കാതെ എല്ലാവരും ഫോളോ ചെയ്യണ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയൊരു വേർച്യു ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. ഗിവിംഗ് ഗിഫ്റ്റ്സ് ടു അതേഴ്സ്. അതിനും ചുമ്മാ അലമ്പ് ഗിഫ്റ്റ് തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ഓഫീസിൽ ഇങ്ങനെ ടോക്ക് ഉണ്ടല്ലോ. പുള്ളിയാണെങ്കിൽ എന്നിട്ട് എല്ലാ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി ഒരു ചാക്കുമായിട്ടൊക്കെ വരുന്നത്. എന്നിട്ട് വന്നപ്പോഴത്തേനും നോക്കിയപ്പം നമ്മളവിടെ 10-12 എംപ്ലോയീസ് ഉണ്ട്. 10-12 ഗിഫ്റ്റുമായിട്ടാ വരുന്നത്. നമ്മൾ പലപ്പോഴും ശരിക്കും റിയൽ മീനിങ്ങിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ്. ഇതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം. അന്ന് പണ്ടത്തെ ആൾക്കാരെല്ലാം വിചാരിച്ചത് അന്ന് സൂര്യന് സുഖമില്ലാതായി പോയതാണ്. അതുകൊണ്ട് സൂര്യൻ വരാട്ടെ. അപ്പൊ അവര് സൂര്യനെ ഓർപ്പിക്കാൻ വേണ്ടി പച്ചപ്പുള്ള കുറെ ചെടികൾ കൊണ്ട് നോക്കി, പച്ച ചെടി വെച്ച് റീത്തുണ്ടാക്കിയിട്ട് കൊണ്ട് Hello guys, welcome to our first podcast and we call it Altara Talks. So Altara എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ മനസ്സിലേക്ക് ഫസ്റ്റ് കടന്നു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആൽമരവും അതിന്റെ തണലുകളുമാണ്. സോ ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് പ്ലേസ് വെയർ കോൺവെർസേഷൻ ഹാപ്പൻ അല്ലെ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, തമാശകൾ അടിക്കുന്നു. വലിയൊരു സ്പേസ് ആണ്, ആൾക്കാർ അങ്ങോട്ട് വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണത്. അത് നമ്മള് സ്റ്റോറീസ് പറയാം, നമ്മുടെ മെമ്മറീസ് നമുക്ക് അയവിറക്കാം അല്ലെ, ഓർമ്മകൾ അയവിറക്കാം, നമ്മൾ തമാശകൾ പറയാം. നല്ലൊരു സ്പേസ് ആണ്. അതെ, ഫ്രണ്ട്സിന്റെ ഒരു ക്വാളിറ്റി ടൈമാണ്. എനിക്ക് തോന്നുന്നത് പഴയ ആളുകൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകാതിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജനറേഷൻ ഇതിലേക്കും അത്രയും ഓർമ്മകൾ ഉണ്ടാകത്തില്ല. ബട്ട് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സ്പേസ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഒരു പോഡ്കാസ്റ്റിന്റെ ഞങ്ങൾ ഡ്രീം ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വരാനായിട്ട്. നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ്, പക്ഷെ എല്ലാവരും പല പ്രൊഫഷനിലുള്ള ആളുകളാണ്. ജോലി തിരക്കുണ്ട്, പഠിത്തമുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നില്ല. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ടൈമാണ് ടു ടേക്ക് ഇറ്റ് ഓഫ്. നമ്മളെല്ലാവരും ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ കൂടി വന്നു. ക്രിസ്മസ് അടുത്തിരിക്കുകയാണ്. നമ്മൾ കൂടി വന്ന് നമ്മൾ ഒരുമിച്ച് ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് അല്ലെ, ക്രിസ്മസിന്റെ ട്രഡീഷൻസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്, ആ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ മീനിങ്ങിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് അല്ലെ നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. സോ വി ആർ എ ബഞ്ച് ഓഫ് യൂത്ത്സ് ഫ്രം ഡിഫറെന്റ് പ്രൊഫഷൻസ്. അപ്പം എബൌട്ട് ദ ടീം, ഞങ്ങളുടെ സോഷ്യൽ വർക്ക് വിനീതേട്ടനാണ്. സോ വിനീതേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങൾ പഠിപ്പിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. എല്ലാ ടീമിലും ഒരു പഠിപ്പിസ്റ്റ് ഉണ്ടാവും. പഠിപ്പിസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിസ്റ്റ് ജൂബിലാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലെ ടെക് ഗൈസ് ഉണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ടെക് ഗൈ ആണ് ആബി ഗൈസ് ഫ്രം പൂഞ്ഞാർ, വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത്. ആൻഡ് കോണ്ടന്റ് റൈറ്ററാണ് അലകയും വീട് കുമരകം, വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. ആൻഡ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, വൺ ആൻഡ് ഓൺലി ഡോക്ടർ, ആൻഡ് ദാറ്റ് ഈസ് സ്റ്റെഫിൻ ഫ്രം കോട്ടയം അല്ലേ. ആൻഡ് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്ന ആളുകളാണ്. പഠിക്കുന്ന ഒരാളാണ് ഷിൽജി, M.Tech ചെയ്യാണ് അങ്കമാലിയില്. പറ എന്നെ കുറിച്ച്. സൈക്കോളജിസ്റ്റ് ആണ്, വൺ ആൻഡ് ഓൺലി. സോ ദിസ് ഇസ് അബൌട്ട് ആർ ടീം. ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഇന്നൊരു ആൽമരത്തിന്റെ കീഴിൽ ഇരുന്ന് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിസ്മസ് ഓർമ്മകളും നമുക്ക് അയവിറക്കാനുള്ള മെമ്മറീസും ട്രഡീഷൻസും അതിന്റെ പിന്നിലെ മീനിങ്ങും അല്ലെ, സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥമുണ്ട്. ഇതൊരു മീനിങ്ലെസ് സെലിബ്രേഷൻ അല്ല, കാരണം വേൾഡ് വൈഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് പോവാണ്. സോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് മനസ്സിലേക്ക് കടന്നു വരുന്നത്? എന്ത് ഓർമ്മകളാണ്? ഓക്കെ, എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് കൂടുതലും ഉള്ളത്.
എല്ലാരെയും പോലെ തന്നെ പുൽക്കൂട്, സ്റ്റാർസ്, ഇതൊക്കെയാണ് എൻ്റെ മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കുന്നത്. ചെറിയ പ്രായമായിരുന്നു അന്ന്. എൻ്റെ വീട്ടിലല്ല, ഞാൻ സിംഗിൾ ചൈൽഡ് ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ആ ഒരു ബുദ്ധിബോധമൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് നെയ്ബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയാണ് നെയ്ബേഴ്സ് ആയിട്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരും ഞാനും കൂടെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് പുൽക്കൂടൊക്കെ അവൈലബിൾ അല്ലേ, പക്ഷെ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറമ്പിലെ വടിയൊക്കെ വെട്ടി അതൊക്കെ കെട്ടി വെച്ചിട്ട്, പിന്നെ നമുക്ക് പുൽക്കൂട് പറയാം, പുല്ല്. അപ്പൊ ഈ പുല്ല് വേണം നമുക്ക്. അതിന് എൻ്റെ വീടിനടുത്ത് പാടമൊക്കെ ഉണ്ട്. അപ്പൊ ആ പാടത്ത് അവിടെ പോയിട്ട് ഞങ്ങൾ അതിനെ കച്ചിന്നാണ് വിളിക്കുന്നത്. ആ ഒരു സാധനം നമ്മൾ പോയി എടുത്തിട്ട് വന്ന് അതൊക്കെ വെച്ചിട്ട് നല്ലൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു സ്റ്റാർ തൂക്കും. ഇതാണ് എൻ്റെ ഒരു ക്രിസ്മസ് ഓർമ്മയെന്ന് പറയുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പം ഇന്നിപ്പം എനിക്ക് തോന്നുന്നത് ഓരോ വർഷം ആളുകൾ ഓരോരോ സ്റ്റാർസ് വാങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒറ്റ സ്റ്റാർ ഉള്ളായിരുന്നു. എല്ലാ വർഷവും ഈ ഒരേ സ്റ്റാർ തന്നെ നമ്മൾ തൂക്കിക്കൊണ്ടിരുന്നത്. അതും ഒരു പിങ്ക് സ്റ്റാർ. ഞാൻ ആ കളറൊക്കെ ഓർത്തിരിക്കുന്നത് ചെറിയ പ്രായമാ. അന്നേ സസ്റ്റൈനബിലിറ്റി ഒക്കെ നോക്കുന്ന അതെ, അത് നമ്മളിപ്പോ മാക്സിമം സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാം. അതൊരു സാധനത്തിന് വേറെ രീതിയിൽ പല രീതിയിൽ അത് ഉപയോഗിച്ച് അതിന്റെ ലൈഫ്. ഇന്നാണല്ലോ ഇത്ര വെറൈറ്റീസ് ഒക്കെ വന്നത്. അന്ന് ആരും അതിന് അത്ര ഇത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. മീൻസ് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകത. കാരണം ആ കാലഘട്ടത്തിൽ ആളുകളുടെ കയ്യിൽ പൈസ ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് അന്നൊരു സ്റ്റാർ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു തന്നെ വലിയ കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്റ്റാറുകൾ ഉണ്ടാക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചുകുട്ടിയായ സമയത്ത് നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടോ ഈ തോടിന്റെ സൈഡിൽ നിൽക്കുന്ന മുള എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ക്രിസ്മസിന്റെ ഈ ഒരു ഏകദേശം ഈ ക്രിസ്മസ് അവധി തുടങ്ങുന്ന സമയത്ത്, അല്ല അതിനു മുമ്പ് നമുക്ക് സമയമില്ല, സ്കൂൾ അവധി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഈ തോട്ടിൽ പോയിട്ട് കത്തിയൊക്കെ ആയിട്ട് പോകും. കുറച്ച് പിള്ളേരുണ്ട്. ഞങ്ങൾ പോയിട്ട് ഈ ഓട വെട്ടിയിട്ട് ആ ഓട കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ മുറിക്കും, കീറി മുറിച്ച് വെക്കും. അപ്പൊ അതിന്റെ പ്രത്യേകം നമുക്ക് തന്നെ ഏത് ഡിസൈന് വേണമെങ്കിലും എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും സ്റ്റാർ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊന്നല്ലെങ്കിൽ ഉണക്കും. സമയം ഉണ്ടെങ്കിൽ ഇത് വെയിലത്തിട്ട് ഉണക്കും. ഇല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇന്നുള്ള തരത്തിലുള്ള സ്റ്റാറിന്റെ പേപ്പറല്ല, സാധാരണ ഈ കളർ പേപ്പറുണ്ട്, കടലാസ് പേപ്പറുകളൊക്കെയാണ്, കട്ടി കുറഞ്ഞ പേപ്പറുകൾ. അപ്പൊ അത് വെച്ച് അതും വളരെ ഫണ്ണാണ്. കാരണം അന്ന് നമ്മുടെ ഒരു പൈസ ഇല്ല, കാശെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ചിലത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈ ചോറ് പറ്റി വെച്ച് വേണമെങ്കിൽ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതൊരു പശയാക്കാൻ നമുക്ക് പറ്റും. ഇനി അതുമല്ല, ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ലേ, കശുമാവിൽ നിന്ന് ഒരു തരത്തിലുള്ള പശ. അപ്പൊ അത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ, അല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഉരുകാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഞങ്ങൾ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഇന്ന് അല്ലെങ്കിൽ ഷിൽജി പറഞ്ഞ പോലെ, അല്ല അളക പറഞ്ഞ പോലെ, ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ പോകുന്നു, മേടിക്കുന്നു, വരുന്നു. പക്ഷെ അതിനകത്ത് വലിയ എഫേർട്ട് ഒന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ പറ്റും. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് ക്രിയേറ്റിവിറ്റി മാത്രമല്ല, അന്ന് അതിനകത്ത് ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഏത് ഈ തോട്ടിൽ പോകണം, ഈ മുള വെട്ടുമ്പോൾ നമ്മുടെ കൈ മുറിയും, ഇതിന്റെ ഇല കൊണ്ടാ മുറിയും, അതിന്റെ സൈഡ് കൊണ്ടാ മുറിയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ്റ്റാറിന്റെ ഓർമ്മകള്. ലൈറ്റ് ഒന്നുമില്ല അല്ലെ, ഇത് കത്തിക്കാനൊന്നും വഴിയുണ്ട്? അല്ല, അന്ന് ഞങ്ങളുടെ അത് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാടെന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ കുടിയാമല. ഞാൻ എന്റെ നാടിനെ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്കാണ് കറണ്ട് വരുന്നത് സമയം. നല്ല പ്രായമുണ്ടല്ലോ, പക്ഷെ ആ കാലഘട്ടം എന്ന് പറയുന്നത്, അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ലൈറ്റ് ഇടുക എന്നതിനേക്കാൾ അപ്പുറം അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ചിരട്ടയുണ്ടല്ലോ, ചിരട്ടയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുകുതിരി ആണ് ഈ സ്റ്റാറിനകത്ത് വെക്കുന്നത്. കത്തിപ്പോവില്ല? ഇല്ല, അത് കത്താതിരിക്കാൻ വേണ്ടി മറ്റൊരു ടെക്നിക്ക് ഉണ്ട്. കത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഈ സ്റ്റാറിന്റെ ഉള്ളില് ഒരു ക്രോസ് ആയിട്ട് ചില കമ്പുകൾ ഇതിനെ അകത്തി നിർത്താൻ വേണ്ടി വെക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തീ പിടിക്കത്തില്ല, വളരെ റയറായിട്ടേ ഉള്ളൂ. പക്ഷെ അതിന്റെ മറ്റൊരു മനോഹാരിത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഗ്രാമം എന്ന് പറയുന്നത് 2-3 മലകളുടെ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്. അപ്പൊ അന്ന് ഈ കറണ്ട് വളരെ കുറവാണ്. ആ സമയത്ത് കറണ്ട് കുറവായതുകൊണ്ട്
നമ്മൾ ഈ ക്രിസ്മസ് സമയത്ത് നമ്മൾ ഈ ഗ്രാമത്തിന്റെ പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ വീട്ടിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ക്രിസ്മസ് സ്റ്റാറുകൾ ഇങ്ങനെ അതിന്റെ പ്രത്യേകത വെച്ചാൽ പല കളറുകളിൽ ഇത് കത്തി നിൽക്കുകയാണ്. അതും വളരെ ലൈറ്റ് വെട്ടം, ഇന്നത്തെ പോലെ തരത്തിലുള്ള പല കളർഫുൾ ലൈറ്റുകളൊന്നുമില്ല, വളരെ ചെറിയൊരു വെട്ടം. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു വീടുണ്ട്. ശരിക്കും ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത്, അങ്ങനെയുള്ളൊരു മെമ്മറീസ് ഉള്ളത് ക്രിസ്മസ് സ്റ്റാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായിരുന്നു നിങ്ങളുടെ ഒരു കാലഘട്ടം. ഒരുപാട് മുന്നുള്ള കാലഘട്ടം അല്ല അല്ലേ? അല്ലല്ല, അത് ഞാനെന്ന് പറയാൻ നിങ്ങളുടെ ജനറേഷനേക്കാൾ ഒരു 5-6 വർഷം മുമ്പിൽ പോയ ഒരാളാണ്. ഞാൻ ഒരുപാട് പഴയല്ല ഒരുപാട് പഴയല്ല. പക്ഷെ ഈ സ്റ്റാറിന്റെ ലോജിക്ക് നമ്മളെല്ലാരും ക്രിസ്മസ് സ്റ്റാർ കാണുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ഹിസ്റ്ററി ലൈക്ക് എവിടെയാ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ വേൾഡ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉള്ളത് ഇന്ത്യയിൽ, കേരളത്തിലാണ്. പിന്നെ ഫിലിപ്പീൻസിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സ്റ്റാറിന്റെ ഒരു ബിസിനസ് തന്നെ ഉള്ളത്. വീടുകളിങ്ങനെ വീട്ടിൽ തൂക്കുന്ന ബിസിനസ്. നമ്മൾ വെസ്റ്റേണിലോട്ട് പോകുമ്പോൾ അവരാരിങ്ങനെ വീട്ടിൽ അങ്ങനെ സ്റ്റാർ തൂക്കുന്നില്ല. അവർ കൂടുതൽ സ്റ്റാർ തൂക്കുന്നത് ക്രിസ്മസ് ട്രീയിലാണ്. ക്രിസ്മസ് ട്രീ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഇവൻ മൂവീസ് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്മസ് മുകളിലാണ് നമ്മൾ സ്റ്റാർ എല്ലാം തൂക്കുന്നത്. അങ്ങനെയാണ് ആ സ്റ്റാറിന്റെ ഒരു ബിസിനസ് തന്നെ ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ അതൊരു വലിയൊരു ബിസിനസ് മേഖലയാണ്. എല്ലായിടത്തും എല്ലാ കുഞ്ഞുകടയിലും സ്റ്റാറുണ്ട്. പക്ഷെ ശരിക്കും ഈ സ്റ്റാറിന്റെ ബന്ധം ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേബി ജീസസ് ജനിച്ചതിന് ശേഷം ജീസസിനെ മീറ്റ് ചെയ്യാൻ വരുന്ന 3 വൈസ്മെൻ, അതായത് 3 ഈസ്റ്റേൺ ഫിലോസഫേഴ്സിനെ വഴി കാണിച്ചു കൊടുത്തത് ഒരു സ്റ്റാർ ആണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ബൈബിളിൽ കാണുന്നുണ്ട്. ആസ്ട്രോളജിക്കലി നോക്കുകയാണെങ്കിൽ ഒരു അബ്നോർമൽ ഫിനോമിനൻ ആണ് കാണുന്നത്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാര് ഈ ആസ്ട്രോളജി നോക്കി കാലങ്ങളും സമയങ്ങളും എല്ലാം അവര് നിരീക്ഷിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ കണ്ടേക്കുന്ന ഒരു അബ്നോർമൽ സാധനം അന്വേഷിച്ചു പോയി ആണ് യേശുവിനെ ഇവരെല്ലാവരും കാണുന്നത്. പക്ഷെ ഇന്നത്തെ കുറെ ആസ്ട്രോളജിമാര് അന്വേഷിച്ചു പോയി ശരിക്കും അങ്ങനെയൊക്കെ ഒരു സ്റ്റാർ ഉണ്ടാകുമോ, നമുക്ക് നോക്കില്ലേ വഴി കാട്ടുന്ന ഒരു സ്റ്റാർ. അപ്പം ഈ പല അതിലൊരു ബുക്കുണ്ട്, ദ സ്റ്റാർ ഓഫ് ബേദഹേം എന്നൊരു ബുക്ക് 1999 എഴുതിയ ബുക്കാണ്, ആസ്ട്രോണമർ മൈക്കൽ. അപ്പം പുള്ളി ഇങ്ങനെ കുറെ കൺക്ലൂഷൻ. അപ്പൊ എന്താകാം, ഒന്നുകിൽ ഒരു കോമറ്റ് ആകാം, ആ ഒരു സമയത്ത് ഒരു കോമറ്റ് വന്നു, അതാകാം, അതല്ലെങ്കിൽ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആകാം. അപ്പം ഈ കോമറ്റിന് കുഴപ്പം, അന്നത്തെ കാലത്ത് കോമറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ് ലക്കാണ്. ഇപ്പൊ ഒരു കോമറ്റ് കണ്ടു, അല്ലെങ്കിൽ കോമറ്റ് കണ്ട് ഒരു കാണുന്ന ഒരു ബാഡ് ലക്ക്. അപ്പൊ ഒരു കോമറ്റ് അല്ല, പിന്നെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആണെങ്കിൽ അന്നത്തെ കാലത്ത് ഹിസ്റ്റോറിക്കൽ എവിടെയെങ്കിലും എഴുതി വെക്കണം. അപ്പൊ അതൊന്നും ഈ ആ ഒരു യേശു ജനിച്ച ഒരു സമയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒന്നുള്ളത് കൺജക്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ഒരു ജൂപ്പിറ്ററും സാറ്റേണും ഒരു മൂണും കൂടെ ഒരു അലൈൻ ചെയ്യും. സെയിം ലൈൻ അലൈൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ പോലെ അപ്പിയർ ചെയ്യും. അത് ആക്ച്വലി ഒരു 6th BC ആ ഒരു ഏപ്രിൽ ഒരു സമയത്ത് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഏർലി മോർണിംഗ് സമയത്ത് പോലെയാണ്. അപ്പൊ അത് ആക്ച്വലി നമ്മൾ വായിക്കുന്ന പോലെ വൈസ്മാൻ അവർ കണ്ടു കഴിയുമ്പോൾ ഇത്രയും കാലം കാണാത്ത ഒരു സ്റ്റാർ ആണ് അന്നേരം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ അത്ര ആശ്ചര്യപ്പെടുന്നത്, ഓ ഇതെന്താണ് ഇങ്ങനെ വന്ന്. അപ്പൊ കൂടുതൽ അന്ന് ആ വ്യക്തി അതിൽ എഴുതിയേക്കുന്ന, ആ ബുക്കിൽ എഴുതിയേക്കുന്നത് ഇതായിരിക്കാൻ സാധ്യതയെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിന്റെ ഒരു മിറാക്കിൾ ആയിരിക്കാം. ബുക്കിന്റെ നെയിം ഒന്നും കൂടെ പറയാം, ദ സ്റ്റാർ ഓഫ് ബേഥൽഹേം. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു രാത്രിയാണ്. അപ്പം ധാരാളം നക്ഷത്രങ്ങൾ ആകാശത്ത് ഉള്ള ഒരു സമയമാണ്. ഒരുപക്ഷെ ഈ നക്ഷത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ വീട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു കാര്യം ഒരു വീടാണെന്ന് ഐഡന്റിഫൈ ആണെങ്കിൽ ഈ സ്റ്റാറിലേക്ക് നമുക്ക് ആ വീടിന്റെ വെട്ടം ഈ സ്റ്റാറിലൂടെ കാണാൻ പറ്റും. എന്ത് പ്രത്യേകതയായിരിക്കാം അതിനൊരു? അതിന്റെ സൈസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒന്ന് ഇത്രയും നാളില്ലാത്തൊരു സ്റ്റാർ. അവര് ഈ വൈസ്മാൻ, അവര് ആസ്ട്രോളജിസ്റ്റ് അന്നത്തെ കാലത്താണ്, അവര് നിരീക്ഷിക്കില്ല ഓരോ സ്റ്റാർ എവിടെയാ. ഇപ്പൊ പുതിയൊരു സ്റ്റാർ അതായിരിക്കും അവർക്ക് ഒരു പോയിന്റ് അടുത്ത് തോന്നി എന്തുകൊണ്ടാണ് ഇപ്പം മീനിങ് ഉണ്ട്. അതെ, പിന്നെ യൂഷ്വൽ സ്റ്റാർ പോലെ അല്ല കൺജക്ഷൻ, ആക്ച്വലി വേറെ ബ്രൈറ്റ്നസ് ആണ്. സാറ് പറഞ്ഞത് ഇപ്പം നിങ്ങള് സ്റ്റാർ കണ്ടിട്ട് വീട്ടിലോട്ട് പോകുന്നത് പറഞ്ഞാൽ കരോളിന് പോകുന്നു. കരോളിന് പോകാൻ അതും മറ്റൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ കരോള് തന്നെ ഒരു, എനിക്ക് തോന്നുന്നത് കറണ്ട് ഇല്ല, ഈ കരോളിന് പോകുന്ന ആളുകൾക്ക് ഞങ്ങളുടെ നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെയുള്ള പോലെ പട്ടണങ്ങളിലെ പോലെ അടുത്തടുത്ത വീടുകളല്ല ഉള്ളത്. നമ്മളിപ്പോ ഒരു മലയിൽ നിന്ന് ഇറങ്ങി ചിലപ്പോ ഒരു വീട് പണ്ടവിടെയായിരുന്നു. അപ്പം ഒരാൾക്ക് തന്നെ ചിലപ്പോ 2-3 ഏക്കർ സ്ഥലമുണ്ട്. ആ 3 ഏക്കർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീട്. ആ വീട് ചിലപ്പം അവരുടെ ഭൂമിയുടെ നടുക്കായിരിക്കാം. അപ്പം ചിലപ്പോ കുറെ ദൂരം കഴിഞ്ഞാണ് ഒരു വീട് കാണുന്നത്. പക്ഷേ
പിന്നെ ഈ പോകുന്ന ആളുകളൊക്കെ അവിടുത്തെ ലോക്കൽ ആളുകൾ തന്നെയാണ്. പക്ഷെ മറ്റൊരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ അതായത് നമ്മൾ ദൂരെ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു വെട്ടം ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്റെ ആ സമയത്ത് സീസണില് ഈ നക്ഷത്രത്തിന്റെ ഒരു വെട്ടം ആളുകൾക്ക് കാണുകയും അവർ ആ ഡയറക്ഷൻ വെച്ച് പോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. കാരണം ആളുകൾക്ക് മനസ്സിലാവും അവിടെ ഒരു വീടുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഈ പിള്ളേരൊക്കെ ചിലപ്പോൾ ദൂരെ നിന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ട്, അവിടെ ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു നല്ല ഭംഗിയായിരിക്കും രാത്രിയില് മല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ലൈറ്റ്സ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇന്ന് നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുവാണ്, എന്ന് വെച്ചാൽ ആ കളർഫുൾ ലൈറ്റുകൾ. പക്ഷെ അന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു മലയിലേക്ക് അല്ലെങ്കിൽ ഒരു താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ പല കളറുകളിലുള്ള ലൈറ്റ് പല വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ, കാരണം ഓരോ വീട്ടിലും എല്ലാവരും ഒരേ കളറ് പേപ്പറല്ല ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം, പക്ഷെ അത് ചിലപ്പം അതിന്റെ ഇപ്പുറ സൈഡ് കിടക്കുന്ന പച്ച കളറായിരിക്കാം, ഇപ്പുറ സൈഡ് ചുവപ്പായിരിക്കാം. അപ്പൊ ചിലപ്പോൾ പിള്ളേർ ഇത് കറക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സമയത്ത് പച്ച വരും, ചിലപ്പോൾ ഒരു സമയത്ത് ചുവപ്പ് വരും. അത് നല്ലൊരു എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർ തൂക്കുന്നത് ഒരു കോൺഫിഡൻസ് ആ ഈ കരോൾ ടീമിന്. ആളുണ്ട്, വീട്ടിലാളുണ്ട്, അവരെന്തെങ്കിലും തരും. പിന്നെ മറ്റൊരു പ്രത്യേകത ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നാടെന്ന് പറയുന്ന ഒരു എല്ലാ മതങ്ങളെയൊക്കെ ഒരുപോലെ അങ്ങനെ ഒരു വ്യത്യാസം എന്നുള്ള ഒരു നാടല്ല. അപ്പം ഞങ്ങളുടെ നാട്ടില് എന്ന് വെച്ചാൽ ഈ കോട്ടയത്ത് നിന്നൊക്കെ കുടിയേറി വന്ന കത്തോലിക്കരായ ആളുകളും മറ്റ് യാക്കോബ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ പിന്നെ ഹിന്ദുക്കളായ ആളുകളും. ഞങ്ങളവിടെ അങ്ങനെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സ്റ്റാർ ഉണ്ടാക്കും. കാരണം ഇതിന്റെ മെയിൻ പണി എടുക്കുന്ന പിള്ളേരാണ്. കാരണം പേരൻസിന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിലല്ലേ അവര്, പക്ഷെ അവരും കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവര് പേപ്പർ മേടിക്കുന്ന പൈസ വേണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ ഇവിടുന്നേക്ക് ഉണ്ടായിരിക്കും, പൈസ തരും. പക്ഷെ ഈ ഒരു എന്താ പറയുക ആ ഒരു എഫേർട്ട് എടുക്കുന്ന പിള്ളേരാണ്. അപ്പം ഡെഫിനറ്റ്ലി എല്ലാ വീടിന് മുമ്പിലും സ്റ്റാർ ഉണ്ടാകാനുള്ള സാധ്യത. ഓക്കെ, പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് കാരോളിനെ കുറിച്ചിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കാരണം ഞങ്ങൾ അതും ചെറുപ്പത്തിൽ തന്നെയാ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഏരിയയിൽ കൂടുതലും ഹിന്ദുസ് ആണ് കൂടുതൽ. പക്ഷെ അവിടെ ഇങ്ങനെ ക്രിസ്ത്യൻസ് മാത്രമേ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കത്തുള്ളൂ, അങ്ങനെ ഇരുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരുന്നു. കേരളത്തിന്റെ പ്രത്യേകതയാണെന്ന്. അതെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേര് മാത്രം ഇങ്ങനെ കൂടി വരുന്ന എല്ലാ സൺഡേസിലും ഞങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ഗ്യാദർ ചെയ്യും. നമുക്കുള്ള ടാലൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ടൈമിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ഇടയിൽ. അപ്പൊ പെട്ടെന്ന് ഒരു ക്രിസ്മസ് ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഓക്കെ എന്നാ ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് കാരോളിനും പോവാം. അതിനു മുമ്പ് പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയ പിള്ളേരാ, എത്ര 1ാം ക്ലാസ് തൊട്ട് 8th 9th 10th വരെ പഠിക്കുന്ന, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ കരോളിനും പോയി. നമുക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തതുമില്ല, പക്ഷെ എന്നാലും ഒരു സാന്റാക്ലോസ് വേണം. അന്ന് നമ്മള് സാന്റയെ തെരഞ്ഞെടുക്കുന്നത് കുറച്ച് ബോഡിയൊക്കെ ഉള്ള, കുറച്ച് കൊടവേറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളെ നമ്മൾ നോക്കി സാന്റയായിട്ട് തിരഞ്ഞെടുക്കുന്നു, ഡ്രസ്സൊക്കെ ഇടിക്കുന്നു. ഓക്കെ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പോയി പറ്റുന്ന പോലെയൊക്കെ പാട്ടൊക്കെ പാടി. വീട്ടുകാരൊക്കെ നല്ല സാധാരണ കേട്ടോ, നമുക്ക് പൈസ ഒക്കെ തരും അവര്. എന്നിട്ട് ഈ പൈസ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് വെക്കേഷൻ ടൈമിൽ നമുക്ക് കളിക്കാനായിട്ട് നമുക്ക് ഓരോ ടോയ്സ് ഒക്കെ വേണമല്ലോ. ടോയ്സ് മീൻസ് ഷട്ടിൽ ബാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ക്രിക്കറ്റ് ബാറ്റ്, ഫുട്ബോള്, സിമ്പിൾ ടോയ്സ്. അതെ, ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടുന്നു, നമ്മൾ തന്നെ പണിയെടുക്കുന്നു, പൈസക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ കളിക്കുന്നു. അതൊരു നല്ലൊരു ഓർമ്മയായിരുന്നു. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗേൾസിനെ ഒന്നും രാത്രി വെളിയിലൊന്നും വിടത്തില്ല. ആക്ച്വലി ക്രിസ്മസ് ടൈമിലാണ് പുറത്തിറങ്ങി നമുക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം, ഒരു തണുപ്പുണ്ട്, എല്ലായിടത്തും നല്ല ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടൈമാ. എല്ലാവർക്കും ഇറങ്ങി പുറത്തൊക്കെ പോയി എല്ലാം കണ്ട് നല്ലൊരു ഗ്യാദറിംഗ്, നല്ലൊരു ടൈമിങ്, നല്ലൊരു ഓർമ്മയായിരുന്നു ആ ഒരു ടൈം കാരോളിന് പോയത്. നമ്മളിപ്പോ ട്രഡീഷണൽ കരോളും കണ്ട് നോർമൽ ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്ത് പറയുന്നത്. എൻ്റെ ഒരു പ്രീമിയം കരോളും കാരണം ഞാൻ വൺസ് ഒന്ന് ക്യാമ്പസ് ക്രൂസൈഡുമായിട്ട് അവരുടെ ക്രിസ്മസ് സെലിബ്രേഷന് പോയപ്പോൾ അവിടെ കരോളിന് പോകാൻ പറഞ്ഞു. നമ്മളോർത്ത് ഇങ്ങനെ കുറച്ച് നടന്നു മടുക്കും, വിളിക്കാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുക.
ഏതായാലും വന്നു കഴിഞ്ഞപ്പോഴത്തേനും കരോളിനെല്ലാം റെഡിയാണ്. ഗിറ്റാറൊക്കെ ഉണ്ട്. കുറച്ച് ഗിറ്റാറൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കരോളിലൊക്കെ ഗിറ്റാർ കൊണ്ടുപോകും. ആരും കേൾക്കാനൊക്കെ ഓർത്ത് ആരും കേൾക്കത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിരിക്കും ഇങ്ങനെ ഇരിക്കുക. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കുറച്ച് നല്ല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പം എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേനും ഒരു 3 കാറ് വന്നു. പ്രീമിയം കാർസ് വന്നു. പേര് പറയില്ല, പ്രീമിയം തന്നെ. എന്നിട്ട് എല്ലാവരോടും കേറിക്കൊള്ളാൻ പറഞ്ഞു. കേറിയിട്ട് ഇപ്പം ക്യാമ്പസ് ക്രൂസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോവാ. അപ്പൊ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് അവിടെ പാടുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നത് പാർക്കിങ്ങിനാണ്. കാരണം 3 കാറും കൊണ്ട് പോയിട്ട് ഓരോ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യണം. എന്നിട്ട് പാർക്ക് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങി ആ വീടിന്റെ അകത്ത് ചെന്നിട്ട് ഗിറ്റാറൊക്കെ പാടി നമ്മൾ നല്ല പാട്ടുകൾ ഇങ്ങനെ കേരള സോങ്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീട് എന്റെ വീട്ടിലോട്ട് പോകാന്നും പറഞ്ഞ ഒരാൾ തന്നെ വിളിക്കും. ഏതൊക്കെയാലും ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ല. നിങ്ങളിപ്പോ ഒരു വീട്ടിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യും? നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ എത്ര പോയാലും മിനിറ്റ്സ് എന്തായാലും സ്പെൻഡ് ചെയ്യും. കാരണം അറിയാവുന്നവരാണല്ലോ, സംസാരിച്ചിട്ട് അവരെന്തെങ്കിലും സംഭാവന തരുന്നവരെ സംഭാവനയും പ്രീമിയം അല്ല, പ്രീമിയം സ്റ്റോറി കേട്ട് ശ്രദ്ധിക്കും. നീ പാടിയ പ്രീമിയം പാട്ടിന് 2 വരി അതല്ല ഈ കഥ തീർക്കട്ടെ. പാട്ട് മാത്രം പ്രിയമല്ല. പ്രീമിയം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വീട്ടിലും കയറിയിട്ട് അവസാനം ഈ ഫണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവസാനം ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ ഓൾറെഡി 2 ദിവസത്തെ പരിപാടി ആയിരിക്കും. 2ാം ദിവസം ഓൾറെഡി ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി ഗ്രില്ലൊക്കെ ചെയ്ത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല ഗ്രില്ലൊക്കെ അടിച്ച് അതും പ്രീമിയം ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ലിമിറ്റ്സ് ഒന്നുമില്ല, നല്ലപോലെ കഴിച്ചിട്ട് അങ്ങനെ തീരുന്ന ഒരു പ്രീമിയം കരോൾ. ഓക്കെ, എന്നാ ഞാൻ പ്രീമിയം പാട്ടൊന്നും പാടട്ടെ. അത് എല്ലാരും പാടുന്നുണ്ട്. പഴയ പാട്ടാണെങ്കിൽ ഇപ്പോഴും ഇതിന്റെ ഒരു ഇപ്പോഴും ക്രിസ്മസ് ടൈമില് എവിടെ കേൾക്കുന്ന ഒരു പാട്ടായി ഈ പാട്ട്. ഗായസ്, ഈ പ്രീമിയം കരോളിനെ കുറിച്ചൊക്കെ പറയുമ്പോ വീണ്ടും എനിക്ക് പഴയ കരോളിലേക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം ഈ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ നടന്നൊക്കെയാണ് ആളുകൾ പോകുന്നത്. 2 പ്രോപ്പറായിട്ട് വഴി പോലും, നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഗ്രൗണ്ട് വേണം, ഇവിടെ നടക്കാനുള്ള വഴി പോലും ആൾക്കാര് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമ്മുടെ രാത്രി അങ്ങനെ നടന്ന് എവിടെ ആരും ടോർച്ചർ അടിച്ച് പോകുന്ന ഒരു പതിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ അന്ന് ഈ കരോളുകാര് വരുന്ന ഒരു ഭംഗിയാണ്. കാരണം ഒരാളുടെ സ്റ്റാർ ഉണ്ടാവും. ഏത് ഞാൻ പറഞ്ഞ പഴയ നമ്മുടെ ആ പഴയ ലെവലിലുള്ള സ്റ്റാർ ഉണ്ടാവും. പിന്നെ ഒരാള്, അതായത് ഈ ആളുകളെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്, അന്ന് നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ടോർച്ച് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഈ പെട്രോമാക്സ് എന്ന് പറയുന്ന സംഭവം, പെട്രോമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മണ്ണെണ്ണ അതിൽ ഒഴിച്ചിട്ട് അതിനൊരു ഗ്ലാസ് കവറിങ് ഉണ്ട്, ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ്. മണ്ണെണ്ണ വിളക്കല്ല, അതിന്റെ താഴെ ഒരു സ്റ്റീലിന്റെ ഒരു ബോട്ടം, അതിന്റെ ഒരു ബേസ് ഉണ്ട്. അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതിനൊരു പ്രത്യേക മാൻഡിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നല്ല രീതിയിൽ അതിങ്ങനെ നമ്മളിങ്ങനെ ഈ എന്താ പറയുന്ന അടിക്കണം, മാൻഡിൽ അടിക്കാന്നെന്തോ പറയും. അത് അടിച്ചു കഴിയുമ്പോൾ ഈ ബൾബ് പോലത്തെ ഒരു ശരിക്കും പറഞ്ഞത് ഒരു ചാക്കിന്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു സാധനം ഇങ്ങനെ ചെറിയൊരു ബലൂൺ പോലെ കെട്ടിത്തൂക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു എയർ പോലെ ഫില്ലായിട്ട് ഈ സാധനം ഇങ്ങനെ ഒരു ബൾബ് പോലെ അങ്ങ് നിൽക്കും. അതോടൊപ്പം ഇത് കത്തുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല ഇന്നത്തെ നമ്മുടെ ഈ വാം വൈറ്റ് ബൾബുകളുണ്ടല്ലോ, അത് കത്തുന്ന പോലെ. ഇത് കുറെ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഇത് കൊണ്ടു നടക്കുന്ന ആളെ ഇറക്കി ഇതിനെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി ഇതിങ്ങനെ മാൻഡിൽ അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാല് ഞാൻ വിചാരിക്കുന്നത് ഈ തലമുറ എൻജോയ് ചെയ്ത കണ്ടിട്ടില്ല. 2 ആ യാത്ര തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയാണ്. കാരണം വെച്ചാൽ പിള്ളേരുടെ കാര്യം പറയുമ്പോൾ അന്നത്തെ പിള്ളേരുടെ ഒരു നമ്മൾ പറയുന്നത്, പിള്ളേരൊക്കെ കൊച്ചു പിള്ളേര് കരോള് നടത്താന്ന് പറയുന്നത് ഇന്നും നടത്താറുണ്ട് പിള്ളേര്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞ ഒരു വരുമാനത്തിന്റെ സീസണാണ്. കാരണം അറിയോ, ഈ പിള്ളേര് കരോളുമായിട്ട് ഏത് വീട്ടിൽ ചെന്നാലും ആൾക്കാർ പൈസ ഇവന്മാരെന്ന് വെച്ചാൽ അവസാനം ഒരു പ്ലേറ്റ് അങ്ങ് വെക്കും, വീടിന്റെ തിണ്ണയിലേക്ക് ഒരു പ്ലേറ്റ് അങ്ങ് വെക്കും. ഈ പ്ലേറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പിള്ളേരല്ലേ അവിടെയുള്ള ആൾക്കാർ എന്തായാലും പിള്ളേർക്ക് അന്നത്തെ കാലത്ത് 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ് പിള്ളേർ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് 25 പൈസക്ക് അന്ന് ഒരു കേക്ക് കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ആ കാലഘട്ടത്തില്. സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഞങ്ങള് അപ്പം അന്ന് 25 പൈസക്ക് അന്ന് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ അന്ന് പണ്ടത്തെ കാലമൊക്കെ ഞങ്ങള് 5 പൈസയും 10 പൈസയും 20 പൈസ 25 പൈസ ഉപയോഗിച്ച
കാലഘട്ടത്തിൽ അവസാനത്തെ കണ്ണീർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അന്ന് കിട്ടുന്ന ആ 10 രൂപ എന്ന് പറയുന്നത് അതാ അളക പറഞ്ഞേ. അതുകൊണ്ട് അന്ന് 40 രൂപ ഷട്ടിൽ ബാറ്റിനൊക്കെ എനിക്ക് വന്ന് 40 രൂപയോളം തോന്നും. അതൊക്കെ മേടിക്കുകയും കുറെ പ്ലാനുകളാണ് ഈ പ്രാവശ്യം കരോളിന് പോയിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊരു ഗ്രൂപ്പുണ്ട്, ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഒരു ഗ്രൂപ്പായിട്ട് പോകും. മീൻസ് ആ പ്ലാൻസ് മൊത്തത്തിൽ ലാഭം. അതായത് മൊത്തത്തിൽ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര മണ്ണെണ്ണ വെച്ചാൽ മതി. അല്ല ഇത് പിള്ളേര് പക്ഷെ അമ്മര് പകല് പോയിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വീടുകളിലും അവിടെയും കരോളി ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവിടുത്തെ പിള്ളേര് വെയിറ്റ് ചെയ്യും. ഈ കരോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ പേരൻസും കൂടെ ഒരുമിച്ച് കൂടും. അപ്പൊ അവർക്ക് ചിലപ്പോ അവിടെ നിന്ന് പെർമിഷൻ കിട്ടത്തുള്ളൂ. ഇവര് വെയിറ്റ് ചെയ്യുവാണ് ഏത് കരോളൊന്ന് എത്താൻ വേണ്ടി. ഇപ്പൊ കൊട്ട് കുറെ ദൂരത്ത് കേൾക്കാൻ പറ്റും. ശരിക്കും ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് അത് എൻജോയ് ചെയ്തൊരു അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു തലമുറയായിരുന്നു. മേ ബി ഇന്നും നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഇന്നത് വേറൊരു വൈബ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞാലേ പൈസയും കിട്ടും, ഫുഡ് ഭയങ്കര. പിന്നെ വേറൊരു കാര്യം, കേക്ക്. അതായത് ചിലപ്പോ ചില വീടുകളിൽ അന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം ഇല്ല എന്നല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കേക്ക്, കാരണം ഇന്ന് ക്രീം കേക്കുകളുടെ കളിയാണ്. എവിടെ നോക്കിയാലും നമുക്ക് കേക്ക് ഉണ്ട്, എപ്പോ വേണമെങ്കിലും കിട്ടും. പക്ഷെ അന്നെന്ന് വെച്ചാൽ ഇതൊരു സീസണാണ്. കേക്ക് കിട്ടുന്നത് ക്രിസ്മസ് സീസണിലെ കേക്ക്. അതെ, പ്ലം ആണ്. ആ പ്ലമ്മിന് ഒരു ടേസ്റ്റും ഉണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും വീടുകളിലൊന്നും പ്രോപ്പറായിട്ട് ചിലപ്പം ഭക്ഷണം. ഇതൊക്കെ ഒരു എന്താ പറയുക, കിട്ടുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഈ പ്ലം എങ്ങനെ ഉണ്ടായിരുന്നത്? പ്ലം കേക്ക് നമുക്കറിയാം ഡിസംബർ ക്രിസ്മസിലാണ് കൂടുതലും പ്ലം കേക്ക് വരുന്നത്. എവിടെ നിന്നാണ് ഈ പ്ലം കേക്ക് ഉണ്ടായെന്നറിയോ? ഹിസ്റ്ററി ഉണ്ടോ? കേക്കിന് ഹിസ്റ്ററി ഉണ്ടോ സാർ? ഒരു 14th 15th സെഞ്ചുറിയിലാണ് ആക്ച്വലി പ്ലം കേക്കിന് ഒറിജിൻ വരുന്നത്. അപ്പൊ അന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു അട, അതിന് വലിയ മധുരമൊന്നുമില്ല. അപ്പൊ ഈ ഡിസംബർ 25th ഇവർ ഉപവാസം എടുക്കും, ഫാസ്റ്റിങ് ചെയ്യും. ഫാസ്റ്റ് ചെയ്തിട്ട് ഇവർ വന്നിട്ട് വൈകിട്ട് എന്തെങ്കിലും കഴിക്കണം. അതായിരുന്നു ആക്ച്വലി അന്നത്തെ ഒരു പ്ലം കേക്ക്. എന്ന് വെച്ചാൽ അതൊരു അട പോലെയായിരുന്നു, മധുരമൊന്നുമില്ല. ഈ മീറ്റ് ബ്രോത്ത് അങ്ങനത്തെ കുറേ സാധനം ഇട്ടായിരുന്നു എടുത്തോണ്ട്. അപ്പോൾ എല്ലാ ഡിസംബർ 25th വന്ന് കഴിക്കും. അപ്പം അതിലേക്ക് പയ്യെ ഈ റിസിൻസ്, ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം ഇടും. അപ്പം അതുകൊണ്ടാണ് അതിനെ പ്ലം എന്ന് പറയുന്നത്. ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഈ പ്ലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പയ്യെ അതിനെ പ്ലം കേക്ക് എന്നായി. പിന്നെ അത് പ്ലം ഇല്ല, ഡ്രൈഡ് ഫ്രൂട്ട്സിനുള്ളതുകൊണ്ടാണ് പ്ലം എന്നുള്ള പേര് പറയുന്നത്. പിന്നെ അത് നമുക്കറിയാലോ, ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യയിൽ എവിടെ ആദ്യം വന്നെന്നറിയോ? കേരളത്തിലാണ്. കേരളത്തിൽ കണ്ണൂർ കണ്ണൂർ ഇത്രയും പ്രാകൃതമായിരുന്നെങ്കിലും അവിടെ ആദ്യം കേക്ക് വന്നത്. മറ്റു പല കാര്യങ്ങളും അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ കരോൾ എന്ന് പറയുന്നത് ഒരു മൊത്തത്തില് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെ ഒരു കൂടി വരവ്, എല്ലാവരും ഒത്തുചേർന്ന് പാട്ടൊക്കെ പാടി. അതില് നമ്മൾ മെയിൻ കാര്യം പറഞ്ഞു സാറേ, അതില് ഫോക്കസ് ഓഫ് അട്രാക്ഷൻ ക്രിസ്മസ്. ഈ സാന്റയുടെ കൂട്ടത്തില് ആൾക്കാർ ഒത്തൊരുമിച്ച് ട്രാവൽ ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈമാണ് ഇപ്പം പേരൻസിന്റെ കൂട്ടത്തില്, ഫ്രണ്ട്സിന്റെ കൂട്ടത്തില്, ഇപ്പം നേരത്തെ അളക പറഞ്ഞ പോലെ ഗേൾസിനാണെങ്കിലും പുറത്ത് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം മൊത്തത്തിൽ അത്രയും നാളൊക്കെ വേറെ എവിടെയും പഠിത്തം, ജോലി, പല സ്ഥലങ്ങളില്, പക്ഷെ എല്ലാരും കൂടെ ഒത്തുചേരുന്ന ഒരു അതിന് തരുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കുറെ രസകരമായ കഥകൾ ഞങ്ങളുടെ കാലം, പഴയ കാലത്തിന്റെ മാത്രമല്ല, അവിടുത്തെ ആളുകളും ഒരു ആ വൈബുള്ള ആളുകളാണ്. അപ്പൊ അതില് ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഈ സാന്റ എന്ന് പറയുന്നത് എപ്പോഴും പിള്ളേർക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം സാന്റയുടെ കയ്യിൽ കുറെ മിഠായികളുണ്ടാവും. ഓക്കെ, അപ്പം സാന്റ എല്ലാ വീട്ടിലും അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. സാന്റയ്ക്ക് തോന്നുക ഓക്കെ അവന്റെ കൂടെ ഒന്ന് കളിക്കുന്നുണ്ട്, ഓക്കെ ആണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാന്റ എന്ത് ചെയ്യും? മിഠായി കൊടുക്കും. അപ്പം ഈ സാന്റയുടെ കയ്യിൽ നിന്ന് മിഠായി മേടിക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. പിന്നെ സാന്റയുടെ മറ്റു പ്രത്യേകത, ഈ നമുക്കറിയാം വൈകുന്നേരം ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണയായിട്ട് ഈ കരോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ആ നാട്ടിൽ ഏതെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള ഒരാളായിരിക്കാം ഈ സാന്റയുടെ പുള്ളി. മിക്കവാറും കുറച്ച് തടിയും കുറച്ച് സൈസൊക്കെ ഉള്ളത്. അപ്പം നമുക്കറിയുന്നൊരു ഫിഗറാണ്.
പുള്ളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പുള്ളിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് രാത്രികൾ കഴിയുമ്പോൾ സാന്റയുടെ പ്രകടനത്തിൽ വളരെ വലിയ വ്യത്യാസം വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു അമ്മച്ചി സാന്റ നോക്കും, സാന്റ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ 2 സ്റ്റെപ്പൊക്കെ വെച്ചത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, മോനെ വാടാ അകത്തേക്ക് വാടാന്ന് പറയുന്നു. അമ്മച്ചി അകത്തേക്ക് വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു അമ്മച്ചി എന്തോ മദ്യമാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത് പക്ഷെ അന്ന് സാന്റ ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ വെള്ളം അടിച്ചിട്ടായിരിക്കാം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ അപ്പോൾ ഒരു പവറിന് കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ പോക്കറ്റിലും ഉണ്ടാവും ഇതിന്റെ ഒരു ബാക്കി എന്തെങ്കിലും ഒരു ചെറിയ ബോട്ടിലോ ഒക്കെ ഉണ്ടാവും. അപ്പം ശരിക്കും സാന്റ എന്ന് പറയുന്നത് ഒരു 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 ചിരി പടർത്തുന്ന ഒരു കഥാപാത്രമായിട്ടും പലപ്പോഴും സാന്റ മാറാറുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് പണ്ടും കരോളുകൾ തുടങ്ങിയത് തന്നെ. ഇപ്പൊ വർഷത്തിന്റെ അവസാനം എല്ലാവരും കൂടി വന്ന് ഈ ഹാർവസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്ന് ചുറ്റങ്ങ് നിന്ന് ഡാൻസും കളിച്ച് പാടിയാണ് ഇങ്ങനെ ഒരു ട്രഡീഷൻ തുടങ്ങിയത് തന്നെ. അത് തന്നെയാണ് ഇപ്പോഴും ക്രിസ്ത്യൻസ് ഫോളോ ചെയ്യണം, പ്രീ ക്രിസ്ത്യൻ ട്രഡീഷൻ. സാന്റയ്ക്കും ഇതുപോലത്തെ കുറെ ട്രഡീഷൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രോമിനന്റ് ആയിരിക്കുന്ന ട്രഡീഷൻ ഒരു സെയിന്റിന്റെയാണ്. ഒരു സെയിന്റ് നിക്കോളസ് എന്ന് പറഞ്ഞൊരു കാത്തലിക് സെയിന്റ് ഉണ്ട്. ഇപ്പൊ ചരിത്രം പറയണ അദ്ദേഹം 3 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പൈസ കൊടുത്തു അവർ പ്രോസ്റ്റിറ്റ്യൂഷനിൽ പോകാതിരിക്കാൻ വേണ്ടി. അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി പൈസ കൊടുത്തോണ്ട് അവരങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പൊ അതുപോലെ ഈ സെയിന്റ് നിക്കോളസിന്റെ ജനറോസിറ്റി പിള്ളേരെല്ലാരും അറിഞ്ഞപ്പോ അവര് രാത്രി ഷൂസ് എല്ലാം പുറത്തു വയ്ക്കും. അപ്പൊ കുറച്ച് മിഠായും ഇതുപോലെ പൈസ എല്ലാം നിക്കോളസ് ഇട്ടുകൊണ്ട് പോകും. ഈ ട്രഡീഷൻ പിന്നെ ഡച്ചുകാരാണ് അമേരിക്ക കൊണ്ടുവന്നത്. അപ്പൊ അമേരിക്കയില് ഡച്ച് ലാംഗ്വേജിൽ അത് സിൻഡർ ക്ലാസ് എന്ന് പറയും. ഇപ്പൊ അമേരിക്ക വന്നതിന് ശേഷം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത 20th സെഞ്ചുറിയിൽ ഇത് കമേഴ്ഷ്യലൈസ് ചെയ്തെടുത്തു. ഇപ്പൊ കമേഴ്ഷ്യലൈസ് ചെയ്തെടുത്തു. അത് മാത്രമല്ല കുറെ കവിതകൾ ഇതിന്റെ ഇടയിൽ എഴുതി. ഇപ്പൊ കവിതകളിലാണ് സാന്റ ഒരു ജോളി ഫിഗർ ആയിട്ട് മാറുന്നത്. അതിനു മുമ്പ് ഭയങ്കര ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ശരിക്കും ഒരു സെയിന്റ് ആയിരുന്നു. അപ്പൊ കവിതകളിൽ ജോളി മനുഷ്യനായി. അവസാനം കൊക്കക്കോള ഇത് ഏറ്റെടുത്തു. അതുകൊണ്ട് റെഡ് ഇപ്പൊ ഈ റെഡ് കളർ സാന്റ ഇടാൻ തുടങ്ങിയ കാരണം കൊക്കക്കോളയുടെ റെഡോ തന്നെയായിരുന്നു. ഇപ്പൊ റെഡും വൈറ്റ്. അപ്പൊ ഒരു 1960s ആണോ 80s ആണോ എന്നറിയില്ല, അന്ന് മുതൽ എപ്പോഴും സാന്റ കൊക്കക്കോള അവരുടെ മെയിൻ ബ്രാൻഡിങ് ആയിട്ട് എടുത്തു. കാരണം സാന്റ ഒരു പോപ്പുലർ ക്യാരക്ടറാണ്. അത് അങ്ങനെ ആക്കി എടുത്തു. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കളറും ഈ റെഡ് ആൻഡ് വൈറ്റ്, അതും ഈ സാന്റയുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനെ ഇത്രയും സെൻട്രൽ ഫിഗർ ആകാനുള്ള ഒരു കാരണമുണ്ട്. ബിക്കോസ് സാന്റി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഗിഫ്റ്റ് എനിക്ക് കിട്ടില്ല. ഗിഫ്റ്റിനെ കുറിച്ചാണ് ഇഷ്ടം പോലെ പറയുന്നത്. സാധനം ഒന്നുമല്ല പറയാം. അത് എനിക്ക് സീക്രട്ട് സാന്റയുടെ അല്ല, അതായിട്ട് പറയാൻ വന്നിട്ട് ത്രൂ ഔട്ട് ഹിസ്റ്ററി സാന്റേനെ പല രീതിയിൽ അവതരിപ്പിച്ച് വേറൊരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് മാറിയെങ്കിലും സെയിന്റ് നിക്കോളസിന്റെ വേർച്യൂ ഈ ഫിക്ഷണൽ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കമേഴ്ഷ്യലൈസ് ചെയ്തെടുത്തു എങ്കിലും. സോ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. അത് നമ്മൾ റിലീജിയൻ ഒന്നും നോക്കാതെ, നമ്മുടെ ഫിലോസഫി ഒന്നും നോക്കാതെ എല്ലാവരും ഫോളോ ചെയ്യണ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയൊരു വേർച്യൂ ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. ഗിവിങ് ഗിഫ്റ്റ്സ് ടു അതേഴ്സ്, ഷോയിങ് കൺസേൺ ടു അതേഴ്സ്. So that is a great thing we must take forward. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഈ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുക, സീക്രട്ട് സാന്റ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് നോക്കാണ്ട് സാമുവലിന്റെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്, കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ ഉണ്ടാവല്ലോ, ഒരാൾക്ക് കൊടുക്കണം നമ്മൾ എടുത്തിട്ട്. അപ്പൊ ഒരുപാട് ഫൈറ്റ്സ് നടക്കും. അതിന് പ്രത്യേക സാഹചര്യം. പക്ഷെ എനിക്ക് എന്റെ മൈൻഡിലേക്ക് വരുന്ന മെമ്മറി എന്ന് പറയുന്നത്, ഇത് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ്. എനിക്ക് 2 പ്രാവശ്യം ഞങ്ങള് കോളേജിൽ ഒന്നിട്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മുടെ ഒരു ചെറിയൊരു ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ ഇട്ടായിരുന്നു. 2നും എനിക്ക് കിട്ടിയത് പുസ്തകമാണ്. ഇത്രയുള്ള ബുക്ക്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവര് ഈ കിട്ടിയ ആളുകൾ ഞാനോട് സംസാരിക്കാറുള്ള ആളുകളാണ്. അപ്പൊ എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് വായിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്.
അപ്പൊ ഇവരെന്ത് ചെയ്തു ഓക്കെ, പക്ഷെ എന്നാലും ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ നമ്മള് ബാക്കിയുള്ളവർക്ക് തിന്നാനും നമുക്കൊരു ചെണ്ട പോലത്തെ ഒരു പുസ്തകം കിട്ടിയിട്ട് എല്ലാരും ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. ഞാനും വളരെ സന്തോഷത്തോടെ ഇരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ബാക്കിയുള്ള എല്ലാവർക്കും അങ്ങനെ കിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഫണ്ണാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വന്ന ബാക്കിയുള്ളവരെക്കാളും ഉപയോഗം ഉണ്ടായത് അതാണ് വേറെ കാര്യം. എനിക്ക് 10 രൂപയുടെ മുട്ടായി വരെ കിട്ടിയിരിക്കുന്നത്. അത് അന്ന് സീക്രട്ട് സാന്റ നമുക്ക് കുറെ ടാസ്ക് വരും. ഈ ടാസ്ക് ചെയ്ത് ആരാന്ന് കണ്ടുപിടിക്കും. അപ്പൊ എന്നോട് കുറെ ടാസ്ക് ചെയ്ത് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ അതിന്റെ കലിപ്പിലാണോ ദേഷ്യത്തിലാണോ അറിയില്ല, അവസാനം 10 രൂപയുടെ ഒരു ഡെയറി മിൽക്ക് കൊടുക്കുന്നത്. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. എനിക്ക് സീക്രട്ട് സാന്റ കുഞ്ഞിലെ ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പൈസ ചെലവാക്കി സ്പെൻഡ് ചെയ്തിട്ട് ഗിഫ്റ്റ്സ് വാങ്ങുക അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ തന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് അങ്ങനെ കിട്ടിയ നല്ല ക്രിസ്മസ് കാർഡും ചെറിയ ചെറിയ കുഞ്ഞ് ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സീക്രട്ട് സാന്റയില് ഞങ്ങളുടെ ഓഫീസില് ഇത് നിന്നത് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടപ്പോഴത്തേനും ഞങ്ങള് നേരത്തെ പ്ലാൻ ചെയ്തില്ല, കാരണം അവിടെ മിക്സ്ഡ് ആണ്. അപ്പം ഒരു ചേച്ചി ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളാ ബാക്കിയുള്ളവരൊക്കെ. അപ്പം മാനേജർ ചേച്ചി മാത്രമേ ഒരു ഇതായിട്ടുള്ളൂ. അപ്പം ഞാൻ യൂഷ്വലി ക്രിസ്മസ് ഫ്രണ്ട് അന്നേരം എടുക്കാന്ന് പറഞ്ഞു. ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് റാൻഡം ആയിട്ട് അന്നേരം എടുത്തിട്ട് ആരാണോ കിട്ടുന്നത് അന്നേരമാണ് കൊടുക്കുന്നത്. അപ്പം ചേച്ചിനെ കിട്ടും നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മളപ്പം ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ എല്ലാരും മേടിക്കുന്നതിന്റെ ലെവലൊക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ എന്തോ കാര്യത്തിലും ബിസി ആയിപ്പോയി, ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ ഓൺ ദി വേയില് മമ്മീനെന്താ എയർപോർട്ടിൽ എന്താ വിടുന്നതാണ്. അങ്ങനെ പോയ വഴിക്ക് ഞാൻ ഏതോ കടയിൽ ഏതോ കടയിൽ കയറിയിട്ട് ഏതോ ഒരു വലിയ രസമൊന്നും ഇല്ലാത്ത ഒരു കോബ്ര എന്നൊക്കെ ഒരു സ്പ്രേ അങ്ങ് മേടിച്ചു. അതും മെന്നാണ്, അത് ആമ്പിള്ളേരാണ് അവിടെ കൂടുതൽ. അപ്പം അങ്ങനെ അവന്മാരെ കിട്ടുന്ന ഓർത്ത് നമ്മളത് മേടിച്ചു. അവന്മാരല്ലേ ഫ്രണ്ട്സ് അല്ലേ, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഇതിനേക്കാത്താന്നേ നമുക്ക് കിട്ടത്തുള്ളൂ ഓർത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം അവസാനം വന്നപ്പോഴത്തേനും നമ്മള് വേറെ ഒന്നും വിചാരിക്കുന്നില്ല. അപ്പം ഇത് ആർക്കെല്ലാം കൊടുത്തു നമുക്കും ഇതൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചാണ്. അവസാനം മാനേജർ ചേച്ചി വന്നു. ചേച്ചി വലിയ ഗിഫ്റ്റും കൊണ്ടാണ് വരുന്നത്, വലിയ ഫ്രെയിമാണ്. അവസാനം ഇട്ട് കിട്ടിയപ്പോഴത്തേ എനിക്ക് കറക്റ്റ് ആ മാനേജർ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടി. ഇതെങ്ങനെ ഞാൻ കൊടുക്കും? എനിക്ക് ഭയങ്കര വിഷമം, കാരണം ഇത് കൊടുക്കാനും പറ്റത്തില്ല. ചേച്ചിക്ക് കിട്ടിയത് കൊടുക്കുന്നത് നല്ല ഗിഫ്റ്റാണ്. ചേച്ചി നല്ല ഈ എമൗണ്ട് ഇട്ട് മേടിച്ച് ഗിഫ്റ്റുമാണ് കണ്ടാറ്. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുക, വേറെ ആരെങ്കിലും നല്ല ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടോ, അവരോടൊന്ന് മാറ്റാവോ, എനിക്ക് ആ ഗിഫ്റ്റ് തരാമോ, ഒന്ന് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു രക്ഷയില്ല. എന്നിട്ട് വന്നപ്പോഴത്തേന് ലാസ്റ്റ് ചേച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി വീട്ടിൽ പോയി പൊട്ടിക്കാൻ നല്ല ഗിഫ്റ്റ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര പുഴത്തിലായിരുന്നു. സ്റ്റെഫൻ പറഞ്ഞ പോലെ 10 രൂപ മിഠായി കിട്ടിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ വലുതായല്ലോ, നമുക്ക് കിട്ടുന്ന ആളെ ഇപ്പം എനിക്ക് ഇന്നലെ ഞങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം എന്നെ കിട്ടിയ ആള് എന്നെ അറിയുന്ന പോലത്തെ ഗിഫ്റ്റാ. ബാഗും ഒക്കെ നമ്മുടെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ മാറി, ഇപ്പൊ നമ്മുടെ മാറി. അല്ല, എനിക്കൊന്ന് ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇന്ന് വരെ നമ്മൾ എത്തി നിൽക്കുന്ന പോയിന്റ് നോക്കുമ്പോൾ ഇപ്പം ഇതിനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിലും പണ്ട് ടീച്ചർ വന്ന് പറയും ഇത്ര എമൗണ്ട് 100 തൊട്ട് 500 രൂപയുടെ താഴെ അതിൽ തന്നെ മേടിക്കണം. പക്ഷെ പിന്നെ നമ്മൾ വളർന്ന് കോളേജിൽ എത്തുമ്പോൾ ആ ലിമിറ്റ് മാറി, ആ കൊടുക്കുന്ന ഗിഫ്റ്റ് മാറി, പിന്നെ ജോലിയിലേക്ക് കയറുമ്പോൾ അത് വീണ്ടും മാറി അല്ലെ, കുറച്ചും കൂടെ ഹൈ ക്ലാസ് സംഭവമായി. അല്ല, ചിലർക്ക് ഇത് ഇഷ്ടമുള്ളതുണ്ട് കേട്ടോ. ഈ ഇൻസിഡന്റ് നടന്നപ്പോ തന്നെ എന്റെ വേറൊരു ഫ്രണ്ട്, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അവനും ചുമ്മാ അലമ്പ് ഗിഫ്റ്റ് തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ഓഫീസിൽ ഇങ്ങനെ ടോക്ക് ഉണ്ടല്ലോ. പുള്ളിയാണെങ്കിൽ എന്നിട്ട് എല്ലാ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി ഒരു ചാക്കുമായിട്ടൊക്കെ വരുന്നത്. എന്നിട്ട് വന്നപ്പോഴത്തേനും നോക്കിയപ്പം നമ്മളവിടെ 10-12 എംപ്ലോയീസ് ഉണ്ട്. 10-12 ഗിഫ്റ്റുമായിട്ടാ വരുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയ എന്താണ്? ഇഷ്ടമുള്ളത് എടുത്തോ ഞങ്ങളൊരു ഓഫീസിൽ. അപ്പം എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തോളാനൊക്കെ പറഞ്ഞ് അവസാനം എടുത്തപ്പോ എനിക്കും നല്ല കപ്പ് കിട്ടി. എനിക്ക് നല്ലൊരു പെൻ കിട്ടി. അതെനിക്ക് കറക്റ്റ് ആയിട്ട്, ഞാൻ കോണ്ടന്റ് റൈറ്റർ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ടൊരു പെൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തവണത്തെ ക്രിസ്മസിന് ചോദിക്കുവാ, മോനെ നീ ഇത്തവണ ക്രിസ്മസ് എടുക്കുന്നില്ല, പോളാ അവിടുന്ന് അന്ന് ക്രെഡിറ്റ് കാർഡിൽ ബില്ലടിച്ച് ഇപ്പോഴും EMI ഗിഫ്റ്റ് മേടിച്ചു തന്നു. എന്നിട്ടും ആ മനസ്സ് കാണാതെ പോയി. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരുപക്ഷെ പറയാതിരുന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. വേറൊരു രസകരമായ സംഭവം ഈ ക്രിസ്മസ് ഗിഫ്റ്റില് നിങ്ങളൊക്കെ ഒരുപക്ഷെ അത് കൊടുത്തവരായിരിക്കാം, മേടിച്ചവരായിരിക്കാം. നമ്മളന്ന് ക്രിസ്മസ് കൊണ്ടിരുന്ന ഞങ്ങളുടെയൊക്കെ സമയത്ത്
സാം പറഞ്ഞു 100 തൊട്ട് 500, നമ്മളോട് പറയാം 50 രൂപ 100 രൂപയ്ക്കകത്തുള്ള ഗിഫ്റ്റുകളാണ് മേടിക്കാവൂ. അല്ലെങ്കിൽ കാരണം ഒരു എനിക്ക് തോന്നുന്നു ഇക്വാലിറ്റി അന്നൊക്കെ ടീച്ചർമാരൊക്കെ 50 രൂപ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യം. ഒരു 150-200 രൂപ സ്കൂളിൽ അങ്ങനെ പറയുന്നത് ഇത്ര റേഞ്ചിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവരുത്. കാരണം അല്ലെങ്കിൽ ബലൂണൊക്കെ കൊണ്ട് കൊടുക്കും. പക്ഷെ അന്ന് ഈ ചില പിള്ളേർക്ക്, അതായത് ചില പിള്ളേർക്ക് ചില പ്രത്യേകിച്ച് ഒരു ബോയ്ക്ക് ഒരു ഗേളിനോട് പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്, അതൊക്കെ ഒരു കോമൺ കാര്യങ്ങള്. അന്ന് സംഭവിക്കുന്നത് വെച്ചാല് എന്നോടൊക്കെ വന്ന് ചിലരൊന്നും ചോദിക്കടാ എനിക്ക് അർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ടോ. ഒരു പയ്യന് ഒരു പെൺകുട്ടിയുടെ അട്രാക്ഷൻ ഉള്ള ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബിയോടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഈ എ തപ്പി നടക്കും ഈ ബിയുടെ പേര് ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഏകദേശം അങ്ങോട്ട് തപ്പി നടന്ന ആക്ച്വലി ഞങ്ങൾ സാറിന് പറയാം, സാറിന് കല്യാണം ഞാൻ പറഞ്ഞത് ശരിക്കും അതൊക്കെ ഒരു എന്താ പറയുന്നത്, ആ ഇവൻ ചെന്ന് 2-3 ചിലപ്പോൾ മനഃപൂർവ്വം ചിലപ്പോൾ കൊടുക്കാതിരിക്കും. അവസാനം പറയാം എന്നാ നിന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കും. അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ ഗിഫ്റ്റിന്റെ തന്നെ വേറൊരു സൈഡ് ഞാൻ വായിച്ചത്, സ്കാൻഡിനേവിയയിലൊക്കെ അവര് ചെയ്തോണ്ടിരുന്ന കാര്യം, ഈ ഗിഫ്റ്റ്സ് ഇവര് അനോണിമസ് ആയിട്ട് ഒരാളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഗിഫ്റ്റ്സ് കൊണ്ടേ വെക്കും. നമ്മളിപ്പോ ഇരിക്കുകയാണെങ്കിൽ അനോണിമസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഇരിക്കുകയാണ്, ഇപ്പൊ പേര് ചിലപ്പോൾ അബികേസ് എന്നായിരിക്കും അതിനകത്ത്, അല്ലെങ്കിൽ ഷിംജി എന്നായിരിക്കും. അപ്പൊ അവര് മനസ്സിലാകത്തില്ല. ആൻഡ് ആ കൊടുക്കുന്ന ആൾക്കാരെ ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് ഇറ്റ് ബാക്ക്. അവരത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്നിപ്പോ നടക്കുന്ന ഒരു നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആ ഒരു ക്ലാഷ് എപ്പോഴും വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലാണല്ലോ. ഇവൻ ഇന്നത് കിട്ടി, എനിക്ക് കിട്ടിയത് 10 രൂപയുടെ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അതൊരു നല്ല സംഭവമാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചിലര് ഭയങ്കര ദുഃഖിച്ച് സാധ്യത. പ്രധാന കാരണം എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ബോയ്സ് ആണ്. ബോയ്സ് അത് അവിടെ വെച്ച് തന്നെ പൊട്ടിക്കും. ക്ലാസ്സിൽ വെച്ച് തന്നെ ഈ ഗിഫ്റ്റ് പൊട്ടിച്ച് എടാ എനിക്കിത് കിട്ടി അതൊക്കെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാറി. പക്ഷെ പണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എന്താ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഗിഫ്റ്റുകളോടൊന്നും അങ്ങനെ ആളുകൾക്ക് വലിയ ഓക്കെ ഗിഫ്റ്റ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയാം. അതിൽ വേറെ കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഈ ഗിഫ്റ്റിന്റെ സൈസ് അനുസരിച്ചും ആൾക്കാർ ചെറിയതൊക്കെ കിട്ടിയവരാണെങ്കിൽ പൊട്ടിക്കാൻ ധൈര്യം എല്ലാവരുടെ മുമ്പിൽ ചമ്മണ്ട. അതല്ല ഇപ്പം കഴിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു കേക്ക് ഒക്കെ ഗിഫ്റ്റ് കിട്ടിയാൽ തീർന്നു. അന്നേരം അവിടെ തന്നെ മുറിച്ച് നമ്മള് മാത്രം ഗിഫ്റ്റ് ഇല്ലാതെ ബാക്കിയുള്ളവർക്ക് ഗിഫ്റ്റ് ആയിട്ട്. ആരുടെയും വീട്ടില് ഈ കിട്ടിയ ഗിഫ്റ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് കഴിഞ്ഞ വട്ടം ഒരു ഫോട്ടോ ഫ്രെയിം ഞാനും എന്റെ അപ്പയമ്മ നിൽക്കുന്ന ഫോട്ടോ പ്രിന്റ് എടുത്ത് ഫ്രെയിം തരല്ല ചെയ്ത് പ്രിന്റ് എടുത്ത് ഫ്രെയിം ആക്കി തന്നു. സോ അത് അവിടെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഇത്ര വലുതായിട്ടോ എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ഇട്ടോ എന്റെയൊക്കെ. ഇവൻ ബണ്ടിൽ ഓഫ് ഗിഫ്റ്റ് തന്നതിന്റെ അതിന്റെ ഒരു കപ്പും ഉണ്ട്. പിന്നെ അന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആക്ച്വലി എന്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്നത് ഒരു ചെടിയാണ്, മണി പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ്. അപ്പം അതിന്റെ ബൗളുണ്ട്, പ്ലാന്റ്. എനിക്ക് പെൻ ഹോൾഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അക്വേറിയം കിട്ടിയിട്ടുണ്ട്. അക്വേറിയത്തിലെ മീനില്ല, പക്ഷെ ബൗളും കല്ലും ഒക്കെ ഉണ്ട്. കുറച്ച് വർഷങ്ങളായി. കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് സ്റ്റാറിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റാറുകളാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. പിന്നെ കുറെ അതുമായിട്ട് ട്രീ, പണ്ടൊക്കെ സാധാരണ മരത്തിലാണ് ഇടുന്നത്, അപ്പൊ അത് മാറി ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രത്യേകിച്ച് ഇപ്പൊ ആളുകൾ ഈ ട്രീ ഒക്കെ അല്ലെങ്കിൽ ചില പ്രത്യേക ബാംബൂസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും ഇതൊക്കെയാണോ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് ഇതൊക്കെയാണോ റിയൽ ക്രിസ്മസ്? അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മളൊരു വാണിജ്യവൽക്കരിച്ച ഒരു സംഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സാന്ത്വന പറഞ്ഞത് ഈ നമ്മൾ പലപ്പോഴും ശരിക്കും റിയൽ മീനിങ്ങിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ് ചിലപ്പോൾ. ഇതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം വന്നു കഴിഞ്ഞു. സാറ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും അംഗീകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. പക്ഷെ ശരിക്കും യേശു ജനിച്ചത് December 25th അല്ല. ക്രിസ്മസ് 25th യേശു ജനിച്ചത് December 25th അല്ല. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഏത് പീരീഡിലാണ് ആക്ച്വലി അവർ പറയുന്നത് ഈ സെപ്റ്റംബർ ഒക്ടോബർ. സോ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡേ. നമ്മൾ പറഞ്ഞ പോലെ അൺസർട്ടൺ ആയിട്ട് നിൽക്കുകയാണ്, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദി ഇവന്റ്സ്. അപ്പൊ അന്ന് അവിടെ സെൻസസ് നടക്കുക. അപ്പൊ സെൻസസിന് വേണ്ടിയിട്ട് ജോസഫിന്റെ സ്ഥലമായിട്ടുള്ള ബെത്ലഹേമിലേക്ക് ഇവര് യാത്ര ചെയ്യുക. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ മറിയം പൂർണ്ണ ഗർഭിണിയാണ്. സാധാരണക്കാരനെ ജനിച്ചു. അതുപോലെ തന്നെ യേശു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ദൂതന്മാര്
വന്ന് പറയുന്നത് അതും സാധാരണക്കാരായ ആട്ടിടയന്മാരോടാണ് അല്ലേ? ഈ ഒരു കാര്യം കേട്ടപ്പോൾ എന്നോട് വന്ന് ഞാൻ എവിടെയാണോ പുള്ളിക്ക് വലിയ ഉത്തരവില്ല. ഇപ്പൊ പുള്ളിയുടെയും വിദ്വാൻമാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കൺഫേം ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച്. പക്ഷെ അവരവിടെ നിന്ന് വീണ്ടും ഗൈഡ് ചെയ്ത് പോയിട്ട് ഈ ശിശുവിനെ കാണുമ്പോൾ അവിടെ കംപ്ലീഷൻ വരുന്നത് പുറത്തുനിന്നുള്ള അവരുടെ അൺട്രസ്റ്റും കൂട്ടാൻ തുടങ്ങി. സോ ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ഫോർ ഹിസ് എക്സിസ്റ്റൻസ്. സോ അതെല്ലാം പുള്ളിനാകെ മാനസികമായിട്ട് ഭ്രാന്താക്കി കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അന്നും ഇന്നും ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ബേബി ജീസസിന്റെ ജനനം ഹെറോദാന് മാത്രമായിരിക്കും ഇത്ര പ്രശ്നം, ഇത്ര പേടിയും ഭയത്തിന്റെ ഒരു സമയം. ബാക്കി എല്ലാവർക്കും നമ്മൾ കാണുന്ന പോലെ ഇപ്പം ആട്ടിടയന്മാരാണെങ്കിലും 3 വൈസ് മെൻ ആണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും അതൊരു ജോയ്ഫുൾ ഒരു സംഭവമായിട്ട് വളരെ സന്തോഷത്തിന്റെയും ഒരു ഇതിനൊക്കെ